10,000 രൂപ എൻ്റെ ഒരു സുഹൃത്തിന് ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് അതും വളരെ കുറഞ്ഞ സിബിൽ സ്കോറിൽ അപ്രൂവ് ആയതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏകദേശം 3 മാസത്തെ തിരിച്ചടവിലാണ് ഈ 10,000 രൂപ ലോണായിട്ട് അപ്രൂവൽ ആയിട്ടുള്ളത്. ഏകദേശം എമൗണ്ട് അപ്രൂവൽ ആയത് 10,000 രൂപയും ഡിസ്ബേഴ്സ് ആയിട്ടുള്ളത് 8,820 രൂപയാണ്. അതുപോലെ പ്രോസസ്സിംഗ് ഫീ 1,000 രൂപ വരുന്നുണ്ട്. GST 150 രൂപ, ടോട്ടൽ ഡിഡക്ഷൻ 1,180 രൂപ. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചധികം കൂടുതലാണ് മറ്റ് ആപ്പുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നാൽ പോലും സിബിൽ സ്കോർ കുറഞ്ഞിട്ടും ഈ ഒരു ആപ്ലിക്കേഷന് 3 മാസത്തെ തിരിച്ചടവ് കാലാവധിയിൽ 10,000 രൂപ അപ്രൂവൽ ആയിട്ടുണ്ട്. EMI എമൗണ്ട് എന്ന് പറയുന്നത് 3,911 രൂപയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സ്ക്രീനിൽ ബാക്കി EMI ബ്രേക്ക് ഡൗൺ കാര്യങ്ങളൊക്കെ. പ്രിൻസിപ്പിൾ 3,021 രൂപ, ഇൻട്രസ്റ്റ് 890, റിമൈനിങ് പ്രിൻസിപ്പിൾ 6,979 രൂപ എന്ന രീതിയിൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. 3,911 വെച്ച് 3 മാസത്തെ തിരിച്ചടവിലാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷന് ലോണായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ എനിക്ക് 16,000 രൂപ ഞാൻ ഇത് തിരിച്ചടച്ചപ്പോൾ എനിക്ക് 16,000 രൂപ പിന്നീട് എൻ്റെ സുഹൃത്തിന് 16,000 രൂപ വീണ്ടും അപ്രൂവലായി. അത് 14,112 രൂപ വെച്ച് ഡിസ്ബേഴ്സായി. അങ്ങനെയുള്ള 3 മാസത്തേക്ക് തന്നെ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഏതാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ ലോണ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ റിസ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ക്യാഷ്വിയ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഏകദേശം 4.0 സ്റ്റാർ റേറ്റിംഗും 50K+ ഡൗൺലോഡ്സാണ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലുള്ളത്. ഈ അടുത്ത് വന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാഷ്വിയ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ലെൻഡിങ് ആപ്പാണ്. അതായത് ഇവർ RBI രജിസ്റ്റേർഡ് NBFC ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് തരും. അതുവഴി നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെ ഒരു ഡിജിറ്റൽ ലെൻഡിങ് ആപ്പായിട്ടാണ് ഈ ഒരു ക്യാഷ്വിയ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു 25,000 രൂപ ടേക്ക് ചെയ്യുകയാണെങ്കിൽ 3 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 36% പെർ ആനുവൽ ഇത് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരിക. അതുപോലെ റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 91 ദിവസമായിരിക്കും. അതുപോലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് 2,250 രൂപ. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു ലോൺ പ്ലേ സ്റ്റോർ വഴി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. അപ് ടു 5 lakh വരെയാണ് ഇവർ ലോൺ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഗെറ്റ് ഇൻ ലോൺ 2 hours എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ OTP വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 1 minute OTP നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ OTP എനിക്ക് വന്നിട്ടുണ്ട്, ഞാനത് എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഫുൾ നെയിം എന്താണെന്നുള്ള എൻ്റർ ചെയ്യുക. മെയിൽ ID എൻ്റർ ചെയ്യുക. അതിനുശേഷം അവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ ജനിച്ച വർഷം, ഡേറ്റ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ആ ഒരു ഇമെയിലിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും. നമ്മളിവിടെ കൊടുത്ത ആ ഇമെയിലിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും. അതും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോൺ ഡീറ്റെയിൽസ്, എന്തിനാണ് ലോണ് വേണ്ടതെന്നൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ട്രാവൽ ആൻഡ് വെക്കേഷൻ കൊടുക്കുകയാണ്. അതിന് ശേഷം എത്ര എമൗണ്ട് ആണ് വേണ്ടത്, 3,000-ൽ കൂടുതലുള്ള എമൗണ്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കമ്പനി, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ നെയിം കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ കമ്പനി ജസ്റ്റ് റാൻഡമായിട്ട് നെയിം കൊടുക്കുക നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളൊരു എക്സ്ട്രാ ഒരു ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കൊടുക്കുക. ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ ഒരു നമ്പർ അവിടെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ എന്നുള്ള അവിടെ ഓപ്ഷനിൽ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സാലറി ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം സിറ്റി, പിന്നെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അവിടെ സാലറിഡ് ആണെങ്കിൽ സാലറി, സെൽഫ് എംപ്ലോയ്ഡ്, പിന്നെ നമുക്ക് ക്യാഷ് എങ്ങനെയാണ് വരുന്നത്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാൻ കാർഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാൻ കാർഡ് ഒരു നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഭാഗം. സോ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എമൗണ്ട് കാണിക്കും. അതിനുശേഷം അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് മാൻഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ എമൗണ്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ട് ലോൺ എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്